കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിതീഷ് തൊള്ളത്തുവേൽ. നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്തെ പ്രിയപ്പെട്ട ചേനു സാറിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ തോട്ടത്തിലുമാണ് ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ വളങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചേനു സാർ. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിലുപരി നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ തന്നെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്. സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂലകങ്ങൾ, വളപ്രയോഗം, ഗ്രോത്ത്, അങ്ങനെ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ജൈവ കൃഷിയിലേക്ക് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിലൂടെ കൂടുതൽ റിസൾട്ട് നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. സസ്യത്തിൽ നിന്ന് എവിടെ പോയി കഴിഞ്ഞാലും വേണ്ടത് അടിസ്ഥാനപരമായിട്ട് മൂലകങ്ങൾ, വളപ്രയോഗം, ഗ്രോത്ത് എന്നുള്ളതാണ്. ആ മൂലകങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാന മൂലകങ്ങൾക്ക് വേണ്ടിയുള്ള NPK, സൂക്ഷ്മ മൂലകങ്ങൾക്കും വളപ്രയോഗത്തിനും ചാണകത്തിന്റെ എസൻസിനും അടങ്ങിയിട്ടുള്ള ഷേത്ത്, ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ടുള്ള CBD എക്സ്ട്രാക്റ്റിന് അടക്കം അത്യാധുനിക സംവിധാനത്തോടു കൂടിയ സ്റ്റിംറിച്ച് എന്ന് പറയുന്ന നാനോ ബയോ ടെക്നോളജിയിലൂടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ടെക്നോളജി മാറുകയാണ്, കാലങ്ങൾ മാറുകയാണ്, അതിനനുസരിച്ച് കാർഷിക മേഖലയും മാറുകയാണ്. ആ കാർഷിക മേഖല മാറുമ്പോൾ അതിലൂടെ കൂടുതൽ നൂറുമേനി വിളവിലേക്ക് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ നാനോ ബയോ ടെക്നോളജിയിലൂടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. കേരളത്തിന്റെ വലിപ്പമില്ലാത്ത ഇസ്രായേൽ അവിടുത്തെ രീതി എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ മെത്തേഡാണ്. ആ ടെക്നോളജിക്കൽ മെത്തേഡിനെ കാർഷിക മേഖലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്കും കാർഷിക മേഖലയിൽ ഇന്ന് അനുഭവിക്കുന്ന ദുരിതത്തിനടക്കം പരിഹാരമാക്കി കൂടുതൽ നൂറുമേനി വിളവിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിലൂടെയുള്ള കർഷകരുടെ ഒരു അനുഭവം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചേനു സാറിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചേനു സാറിന്റെ കൂടെയാണ് നമ്മളുള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണ്. തെങ്ങ്, കവുങ്ങ്, അതുപോലെ തന്നെ കുരുമുളക് അല്ലേ? കുരുമുളക്. ഇത് 3, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, ജാതി, ഈ 4 അദ്ദേഹം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം കുറച്ച് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. അപ്പോൾ കാർഷിക മേഖലയിൽ എത്ര നാളായി സാർ? വർഷങ്ങളായി. ഏകദേശം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സാറിൻ്റെ അനുഭവങ്ങളാണെന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സാറിന് കിട്ടിയ ഒരു അനുഭവം നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. ഇത് കഴിഞ്ഞ ഒരു ഇടുതിയിട്ട് തേങ്ങ ഇടുന്ന സമയത്ത് തേങ്ങയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1000 തേങ്ങ താഴ്ച കിട്ടില്ലായിരുന്നു. ഇപ്പോൾ നാൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം മുമ്പ് തേങ്ങിട്ട് പോകുമ്പോൾ 400-450 തേങ്ങ നമുക്ക് അധികം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും 1000 തേങ്ങ പോലും കിട്ടാതെ ഇരുന്നിടത്ത് 1450 തേങ്ങ നമുക്ക് ലഭിച്ചു ഈ ഉൽപ്പന്നം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ച്. ഓക്കെ. പിന്നെ അടയ്ക്ക അതും ഉണ്ടാവുന്നുണ്ട്. അടയ്ക്കയും കയറ്റങ്ങ് തൈ കവുങ്ങ് വെച്ചത് ഇപ്പോൾ 2.5 വർഷമായി കഴിഞ്ഞത്രേ ഉള്ളൂ. അപ്പോഴേക്കൊക്കെ വയ്ക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ അനുഭവം ഉള്ളത്. തീർച്ചയായിട്ടും മറ്റു വളപ്രയോഗത്തിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ മെച്ചം നമുക്ക് കാണുന്നുണ്ട് നടത്തണം അല്ലേ? അത് തന്നെയാണ് കർഷകരുടെ അഭിപ്രായം. പിന്നെ എക്സ്പെൻസ് ചെലവ് ചെയ്യുകയാണെങ്കിൽ ഈ ചാണകപ്പൊടി, പിന്നെ ആട്ടും കാട്ടം, ഇങ്ങനത്തൊക്കെയാണ് ഇട്ട് നോക്കിയിരുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇത്രയും ഒരു ഇത് പോരാ എന്നുള്ളതാണ്. ഇത്രയും ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. അതുപോലെ നമുക്ക് ലേബർ കോസ്റ്റ് കുറവല്ല ഇത് ഉപയോഗിക്കാൻ. ചാക്കൂലി കൊടുക്കണ്ട. നമ്മളിപ്പോ ഏകദേശം സാറിന് വേണ്ട 1 വർഷത്തേക്കുള്ള വളം കൊണ്ടുവന്നത് കാറിലാണ്, അല്ലെങ്കിൽ സ്കൂട്ടിയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പൊ അത്രയും നമുക്ക് ഇത് കയ്യിൽ പിടിച്ചിട്ട്, ഈ ഒരു വളത്തിന്റെ പ്രത്യേകത ഇത് നമുക്ക് 2 കൈകളിൽ പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ 1 ഏക്കർ തോട്ടത്തിലേക്ക് വളം ചെയ്തിട്ട് വരാൻ വേണ്ടി പറ്റുന്നത്ര മാറ്റമാണ് നമ്മുടെ കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ചുരുങ്ങിയ ചെലവിൽ കൂടുതൽ വിളവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കർഷകരിലെ എത്തിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അദ്ദേഹത്തിന്റെ തോട്ടത്തെ നമ്മൾ കണ്ടു. അതിന്റെ താഴെ വരുന്ന അദ്ദേഹത്തിന്റെ തോട്ടമാണ് വരുന്നത്. വളരെ നല്ലൊരു കർഷകനാണ്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കർഷകനാണ്. ഗൾഫിലായിരുന്നു അല്ലേ? ഗൾഫിലായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 30 വർഷമായോ കാർഷിക മേഖലയിൽ ഗൾഫിൽ നിന്ന് വിട്ടു വന്നതിന് ശേഷം? ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ കുടുംബപരമായിട്ട് നമുക്ക് കൃഷി സ്ഥലമൊന്നുമില്ല. ഇപ്പോഴുള്ളത് ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയത് ഒരു 10-20 വർഷമെങ്കിലും
ചുരുങ്ങിയത് 20 വർഷങ്ങളും കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഈ എത്രയും കാണുന്നതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് അല്ലേ? ഓക്കെ, അത് വളരെയധികം സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ ഈ അറിയാം. തെങ്ങും കഴുങ്ങൊക്കെ നിങ്ങളായിട്ട് വെച്ചിട്ട് പിടിപ്പിച്ചതാണ് അല്ലേ? അതെ, തേങ്ങയായിട്ടും മാങ്ങയായിട്ടും എല്ലാതും ഇത് ഇപ്പൊ ഈ കാണുന്ന വസ്തുക്കൾ കംപ്ലീറ്റ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി. ഉണ്ടാക്കി. അപ്പൊ അത്രയും പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കർഷകൻ പറയുകയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ തോട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കർഷകർ ഇത് ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര തോട്ടങ്ങളുണ്ടെങ്കിൽ ചെറിയൊരു ഭാഗമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് സമയത്ത് നമ്മൾ വിളിക്കാൻ നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. 8547666622. പ്രിയപ്പെട്ട ബഷീർക്ക, മലപ്പുറം മേഖലയിൽ കംപ്ലീറ്റ് മേൽനോട്ടം വഹിക്കുന്ന ബഷീർക്കയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ക്യാമറാമാൻ ബഷീർക്കാനൊപ്പം ഉള്ളത് നിതീഷ് VP തൊള്ളത്തുവയിൽ. എല്ലാവർക്കും നല്ലൊരു ജൈവ കാർഷിക മേഖലയെ പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്നും അതോടൊപ്പം ഈ ഉൽപ്പന്നങ്ങളിലൂടെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്. താങ്ക് യു.